ഇനി നമുക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ വരാം. അവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പങ്കജിനെ വീണ്ടും വിളിച്ചു വരുത്താനും SIT തീരുമാനിച്ചിട്ടുണ്ട്. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തും. പ്രശാന്ത് പ്രസിഡന്റായിരുന്ന സമയത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തും. സിജോ ബി ജോൺ വിശദാംശം നൽകും. സിജോ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നു. പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തിരിക്കുന്നു SIT എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു എന്നതിന്റെ സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? SITയുടെ അടുത്ത നീക്കങ്ങൾ എങ്ങനെ? SITയുടെ ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പറയേണ്ടി വരും. കാരണം ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ഉരുക്കി എടുത്തത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചായിരുന്നു. കഴിഞ്ഞ നിരവധി തവണകളായി ഇവിടെ എത്തി അന്വേഷണ സംഘം തെളിവുകളൊക്കെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ ഓഫീസിൽ വെച്ച് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിരവധി അറസ്റ്റുകൾ പിന്നീടുണ്ടായെങ്കിലും ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധികൾ ആരെയും അറസ്റ്റിലേക്ക് പോവുകയോ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ വിരാരി ബാബു ഉൾപ്പെടെയുള്ളവര് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അവർ ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയെയും കൂടി ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം അറസ്റ്റിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവിടെ കൊണ്ടുപോയി സ്വർണം ഉരുക്കിയെടുത്തതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു വരുത്താൻ വേണ്ടി ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരിയുടെ മകളുടെ വിവാഹമായതിനാൽ തൽക്കാലത്തേക്ക് വിട്ടയക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. എന്തായാലും തുടർ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം വൈകാതെ തന്നെ കടക്കുകയും ചെയ്യും. ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 2024 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ദ്വാരപാലക ശില്പം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനിച്ചിരുന്ന ആ ഉത്തരവ് തിരുത്തി പിന്നീട് അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കൈവശത്തിലും കൊടുത്തുവിടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് വന്നിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് അത്തരം നടപടികളിലേക്ക് പോയത്? അതാദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായാലും വ്യക്തത വരേണ്ടതുണ്ട്. ചട്ടപ്രകാരമാണ്, നിയമപ്രകാരമാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ PS പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നത്. ഇതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. സിജോ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണോ? അല്ല, നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ SIT സംഘം തെളിവെടുപ്പിന്റെ ഭാഗമായി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിരുന്നു. അവിടെ വെച്ച് ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അത് അവിടുന്ന് പിടിച്ചെടുത്ത രേഖകളുടെയും മറ്റു വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് അന്ന് നടന്നിരുന്നത്. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് കിടക്കുന്നത്. മറ്റു തുടർ നടപടികളിലേക്ക് കിടക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലുള്ള അറസ്റ്റുകൾ ഏകദേശം പൂർത്തിയാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ളത് ഈ സ്വർണം കൊണ്ടുപോയുള്ള വഴികളിലേക്കാണ് അന്വേഷണം നീങ്ങിയിരിക്കുന്നത്. അന്വേഷണം നേരത്തെ നടത്തിയിരുന്നു. പക്ഷെ അറസ്റ്റ് നടപടികൾ കാര്യങ്ങളുണ്ട്. ആരുടെയൊക്കെ പങ്കാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന നിലയിൽ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO വിളിച്ചു വരുത്തുകയും അതിന്റെ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും കവർന്ന സ്വർണം എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഇപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്നത്. അത് ഏതോ ഒരു വലിയ കോടീശ്വരന് വിറ്റു എന്ന് VD സതീശൻ നിരന്തരം പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് ചില തെളിവുകൾ രമേശ് ചെന്നിത്തല നൽകുകയും ചെയ്തു. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്കുള്ള ഉത്തരം തേടുകയാണ് SIT എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.